Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumodh and ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് പ്രോസസ്സേഴ്സ് ഏതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രോസസ്സേഴ്സ് എന്നാണ്. സോ തുടങ്ങാം. സോ പ്രോസസ്സേഴ്സ് ഏതൊക്കെയെന്ന് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ഈ വീഡിയോയിലെ മോസ്റ്റ് പ്രോസസ്സേഴ്സും ഇൻറ്റൽ ബേസ്ഡ് പ്രോസസ്സേഴ്സ് ആയിരിക്കും. കാരണം AMD പ്രോസസ്സേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇൻറ്റൽ പ്രോസസ്സേഴ്സുമായിട്ട് നോക്കുമ്പം കൂടുതലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, AMD പ്രോസസ്സേഴ്സിൻ്റെ കറണ്ട് പ്രൈസിങ് കൂടുതലായതുകൊണ്ടാണ് മോസ്റ്റ്ലി ഇൻറ്റൽ പ്രോസസ്സേഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് AMD പ്രോസസ്സേഴ്സിന് വേറെ കുറ്റമോ അല്ലെങ്കിൽ AMD പ്രോസസ്സേഴ്സ് കൊള്ളത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓൾറെഡി AMD പ്രോസസ്സേഴ്സിനെ കുറിച്ച് കുറേ മിസ്ലീഡിങ് ന്യൂസ് ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യൽ ഞാൻ പ്രൈസിങ്ങിൻ്റെ കാര്യം ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇപ്പോഴും ദി ബെസ്റ്റ് പവർ എഫിഷ്യൻറ്റ് പ്രോസസ്സേഴ്സ് AMDയുടെ റൈസൻ പ്രോസസ്സേഴ്സ് തന്നെയാണ്. റിസോഴ്സസ് കുറച്ച് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം പവർ അല്ലെങ്കിൽ മാക്സിമം പെർഫോമൻസ് തരുന്ന പ്രോസസ്സേഴ്സ് റൈസൻ തന്നെയാണ്. സോ ആ ഒരു ഫാക്ടറും കൂടി വെച്ച് നോക്കുവാണെങ്കിൽ ഹോപ്പ്ഫുള്ളി AMD സൈഡിൽ നിന്ന് ഇനിയും നല്ല പ്രോസസ്സേഴ്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം AMD പ്രോസസ്സേഴ്സിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത് റൈസൻ 5000 സീരീസിലെ കുറച്ച് പ്രോസസ്സേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻറ്റൽ സൈഡ് കമ്പയർ ചെയ്യുവാണെങ്കിൽ 10th Gen ഉണ്ട്, 12th ഉണ്ട്, ആൻഡ് ഈവൻ ലേറ്റസ്റ്റ് ഇപ്പോൾ 12th വന്നിട്ടുണ്ട്. സോ പ്രോസസ്സേഴ്സിൻ്റെ കൗണ്ട് കൂടുതലാണ്. സോ വീണ്ടും ഞാൻ പറയുവാണ്, പ്രൈസിങ്ങിൻ്റെ ഒരു ഫാക്ടറും പിന്നെ അധികം മോഡൽസ് അല്ലെങ്കിൽ അധികം പ്രോസസ്സേഴ്സ് AMD സൈഡ് ഇല്ലാത്തത് കൊണ്ടാണ് റെക്കമെൻഡേഷൻസ് കൂടുതലും ഇൻറ്റൽ സൈഡിലോട്ട് ചരിയുന്നത്. അല്ലാതെ AMD പ്രോസസ്സേഴ്സിന് ഒരു കുഴപ്പവും ഇല്ല. എനിവേസ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബേസിക് കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ബഡ്ജറ്റ് സീരീസ് പ്രോസസ്സേഴ്സ്. ബഡ്ജറ്റ് സീരീസിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇൻറ്റൽ പ്രോസസ്സേഴ്സിൻ്റെ 2 പ്രോസസ്സേഴ്സാണ് ഉള്ളത്. ഇൻറ്റലിൻ്റെ i3 10100Fഉം 10105Fഉം. ഈ 2 പ്രോസസ്സേഴ്സും ക്വാഡ് കോർ പ്രോസസ്സേഴ്സ് ആണ്. 4 കോഴ്സും 8 ത്രെഡ്സും ആണ് വരുന്നത്. ആൻഡ് അറൌണ്ട് പ്രൈസിങ് അണ്ടർ 8000 rupees ആണ് വരുന്നത്. 7500 റേഞ്ച് ഒക്കെയാണ് രണ്ടിൻ്റെയും പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. സോ അണ്ടർ 8000 rupees പ്രോസസ്സേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ 2 പ്രോസസ്സേഴ്സ് ദി ബെസ്റ്റ് പ്രോസസ്സേഴ്സ് ആണ്. രണ്ടും ഇൻറ്റലിൻ്റെ F സീരീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ മേ ബി ഒരു ബേസിക് യൂസ് PC ഒക്കെ ആണെങ്കിൽ GT 710, GT 730, GT 1030 ഓർ ഈവൻ ബഡ്ജറ്റ് കുറച്ചുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് കൂടുതലാണ് 1050 Tiയും നോക്കാം. ഓർ എനി യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സും നിങ്ങൾക്ക് നോക്കാം. അറൌണ്ട് ഒരു 30,000 to 40,000 റേഞ്ച് ബിൽഡ്സിന് വേണ്ടി നല്ല പ്രോസസ്സേഴ്സ് ആണ് ഈ 2 എണ്ണം. പിന്നെ ഇത് ആക്ച്വലി 2 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ AMD റൈസൻ്റെ ടെറിട്ടറി ആയിരുന്നു. റൈസൻ 3200Gയും 3400G ഈ 2 പ്രോസസ്സേഴ്സാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ റൂൾ ചെയ്തിരുന്നത് ഈ ഒരു കാറ്റഗറി. ബിക്കോസ് ഇത് രണ്ടും APUs ആയിരുന്നു. AMDയുടെ വെഗ ഗ്രാഫിക്സ് ഉള്ള പ്രോസസ്സേഴ്സ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആൻഡ് കമ്പാരിറ്റീവ്ലി ഇൻറ്റലിൻ്റെ i3 സീരീസും AMD റൈസൻ 3 സീരീസ് കമ്പയർ ചെയ്ത് നോക്കുവായിരുന്നെങ്കിൽ 3200G ആൻഡ് 3400G നല്ല പെർഫോമിംഗ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് തരുന്ന പ്രോസസ്സേഴ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് i3 ഈ 2 മോഡൽസ് 7500 റേഞ്ചിൽ കിട്ടും. പക്ഷേ റൈസൻ 3 3200G ആകട്ടെ 3400G ആകട്ടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ പ്രൈസ് ആണ് ഇപ്പം. 13,000 14,000 ആൻഡ് അധികം സ്റ്റോക്സും അവൈലബിൾ അല്ല. എവിടെയെങ്കിലും കിട്ടിയെന്നായി. സോ ഈ ഒരു സംഭവം കാരണമാണ് 3200G ആകട്ടെ 3400G ആകട്ടെ നമ്മൾ അധികം ഇപ്പം റെക്കമെൻഡ് ചെയ്യാത്തത്. ഇൻ കേസ് യൂസ്ഡ് ഒക്കെ നിങ്ങൾക്ക് അണ്ടർ 10,000 rupees കിട്ടുവാണെങ്കിൽ മാത്രമേ വേർത്തുള്ളൂ. അല്ലാതെ പുതിയതിന് ഇത്രയും പ്രൈസ് കൊടുത്തെടുക്കുന്നത് വേർത്തല്ല. സിമിലർലി ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാത്ത റൈസൻ പ്രോസസ്സേഴ്സ് ആണ് റൈസൻ 3000 സീരീസ് പ്രോസസ്സേഴ്സ്. ഇതിൽ സ്പെഷ്യലി 3500, 3600 പ്രോസസ്സേഴ്സ് ഒക്കെ. ഈ 2 പ്രോസസ്സേഴ്സിൻ്റെയും ഇപ്പോഴത്തെ കറന്റ് പ്രൈസിങ് കൂടുതലാണ്. സോ ഇതിലും നല്ലത് ഇൻറ്റൽ i5 10400F അല്ലെങ്കിൽ ബെറ്റർ 11400F പ്രോസസ്സേഴ്സ് നോക്കുന്നതായിരിക്കും. സോ മിഡ് റേഞ്ച് പ്രോസസ്സേഴ്സിലോട്ട് വരുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ് ഇൻറ്റൽ i5 11400 സീരീസ്. 11400 ആൻഡ് 11400F രണ്ടും നല്ല പ്രോസസ്സേഴ്സ് ആണ്. ഈവൻ 11500 എനിക്ക് തോന്നുന്നു നാട്ടിൽ അവൈലബിൾ ആണ്. സോ ഒരു മീഡിയം ബഡ്ജറ്റ് ബിൽഡ്, അതായത് 50,000 അല്ലെങ്കിൽ 60,000 റേഞ്ചിൽ PC ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ 11400 ഓർ 11400F ബെസ്റ്റ് പ്രോസസ്സേഴ്സ് ആണ്. ഇൻ കേസ് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ F വേരിയന്റ് നോക്കാം. ബട്ട് ഡു നോട്ട്. ഇൻറ്റലിന്റെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഗെയിമിംഗിൽ ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും കിട്ടത്തില്ല. റൈസനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. റൈസന്റെ ഈ ഒരു ലെവലിൽ കമ്പയർ ചെയ്യാൻ പറ്റിയത് 5600G പ്രോസസ്സറാണ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെർഫോമൻസ് വലിയൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും കിട്ടത്തില്ല. ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണെങ്കിൽ 20 to 30 FPS റേഞ്ചിൽ മേ ബി
ലോ സെറ്റിംഗ്സിലൊക്കെ ഗെയിം കളിക്കാമായിരിക്കും. അതും എത്രത്തോളം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഡൗട്ട്ഫുൾ ആണ്. സോ ഇൻ കേസ് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, ഇപ്പം ഗ്രാഫിക്സ് കാർഡ് പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു 50,000 റേഞ്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 5600G നല്ല പ്രോസസ്സറാണ്. എഡിറ്റിംഗ് ആകട്ടെ ഗെയിമിംഗ് ആകട്ടെ മീഡിയം ലെവൽ പെർഫോമൻസ് ഈസിലി കിട്ടും. 5600Gയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ബെഞ്ച് മാർക്കിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മേളിൽ പിൻ ചെയ്തേക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് 5600Gയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, എത്രത്തോളം കിട്ടുമെന്നുള്ളത് അതിൽ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. സോ 50 to 60,000 റേഞ്ചിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഒരു ഓപ്ഷനായിട്ട് വെച്ചുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ 5600G ബേസ്ഡ് ഒരു PC ബെസ്റ്റ് ആയിരിക്കും. അതല്ല നിങ്ങൾ ഇപ്പോൾ ഒരു ബിൽഡാണ് നോക്കുന്നത്, ഏതെങ്കിലും ബഡ്ജറ്റ് സീരീസ് ഗ്രാഫിക്സ് കാർഡ് 1050Ti അല്ലെങ്കിൽ 1650 ആയിട്ട് പെയർ ചെയ്ത ഒരു ബിൽഡാണ് നോക്കുന്നതെങ്കിൽ Intel i5 11400F നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഈവൻ 10400Fഉം ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം പ്രൈസിങ്ങിൽ വലിയ വ്യത്യാസമില്ല. മേ ബി 500 to 800 റുപ്പീസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ 11th ജനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ 11400Fഉം ഒരു B560 മദർ ബോർഡും പെയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. B560 മദർ ബോർഡ് പറയാൻ കാരണം ഇപ്പം റാം പ്രൈസസ് കുറവാണ്. സോ 3200 MHz ഹൈ സ്പീഡ് റാം നിങ്ങൾക്ക് ഈസിലി ഇപ്പം 3000 റേഞ്ച് അല്ലെങ്കിൽ ചില ബ്രാൻഡ്സ് അണ്ടർ 3000 അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് B560 എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റാം XMP ഓർ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. 510 അല്ലെങ്കിൽ ലോവർ മോഡൽസ് നോക്കുവാണെങ്കിൽ 2666 MHz റൺ ആവത്തുള്ളൂ. മേ ബി ഒരു 1000-2000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ B560 നല്ല ബോർഡ്സ്, ബഡ്ജറ്റ് ബോർഡ്സ് കിട്ടും. സോ നിങ്ങൾക്ക് അതുകൊണ്ട് ഓവറോൾ നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് പെർഫോമൻസ് വൈസ് ആൻഡ് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി വൈസ്. 6 കോഴ്സും 12 ത്രെഡ്സും ഉള്ള പ്രോസസ്സറാണ്. 2.6 GHz to 4.4 GHz വരെ നമുക്ക് ബൂസ്റ്റ് കിട്ടും. B560 മദർ ബോർഡ് ഉണ്ടെങ്കിൽ 3200 or 3600 MHz റാം നമുക്ക് യൂസ് ചെയ്യാം. സോ അറൌണ്ട് 14,000 റേഞ്ചിൽ Core i5 11400F ബെസ്റ്റ് പ്രോസസ്സറാണ്. ഇൻ കേസ് നിങ്ങളൊരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതില്ല എന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ചിൽ 5600G ബെസ്റ്റ് ആണ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് വേണം ഇൻ ഗെയിമിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോസസ്സർ ഓവർക്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവം നോക്കുന്നുണ്ടെങ്കിൽ 11600K പ്രോസസ്സർ നോക്കാം. ആൻഡ് Z590 മദർ ബോർഡും. സോ ഗെയിമിംഗിൽ കുറച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്, കാരണം പ്രോസസ്സർ ഓവർക്ലോക്കിംഗ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യും. സോ അറൌണ്ട് ഒരു 20 to 22,000 റേഞ്ചിൽ 11600ഉം 11600K പ്രോസസ്സേഴ്സ് അവൈലബിൾ ആണ്. ഐ തിങ്ക് 11600KFഉം ഏതാണ്ട് 20,000 റേഞ്ചിൽ അവൈലബിൾ ആണ്. സോ ഈ 3 പ്രോസസ്സേഴ്സ് കുറച്ചൊരു പൊടിക്ക് ഓവറോൾ ബെറ്റർ പെർഫോമൻസും ഓവർക്ലോക്കിംഗ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം റെക്കമെൻഡ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ്. ഇതും 6 കോഴ്സ് ആൻഡ് 12 ത്രെഡ് ഉള്ള പ്രോസസ്സറാണ്. മേജർ ഡിഫറൻസ് വരുന്നത് ക്ലോക്ക് സ്പീഡ്സിലാണ്. 3.9 ആണ് ബേസ് സ്പീഡ് ആൻഡ് 4.9 ആണ് ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. പിന്നെ Ryzen APU ബേസ്ഡ് ഞാൻ നേരത്തെ ഒരു PC പറഞ്ഞു, 5600G ബേസ്ഡ്. സിമിലർലി ഒരു എഡിറ്റിംഗ് PC നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ 8 കോഴ്സും 16 ത്രെഡ്സ് ഉള്ള 5700G പ്രോസസ്സർ നോക്കാം. അപ്രോക്സിമേറ്റ്ലി 27 to 28,000 റേഞ്ച് ആണ് പ്രൈസിംഗ് വരുന്നത്. സോ ഇതും ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ബിൽഡാണ്. കംപ്ലീറ്റ്ലി എഡിറ്റിംഗിന് നിങ്ങളൊരു ബിൽഡ് നോക്കുന്നുണ്ട്, ഹൈ കോർ കൗണ്ട് ഉള്ള നല്ല പ്രോസസ്സർ ആൻഡ് അത്യാവശ്യം നല്ല IGPU ഉള്ള പ്രോസസ്സറാണ് 5700G. സോ നിങ്ങളുടെ അത്യാവശ്യം എഡിറ്റിംഗും ഈവൻ ഗെയിമിങ്ങിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രോസസ്സർ ആയിരിക്കും 5700G. ഏകദേശം ഒരു 60,000 റേഞ്ച് ബിൽഡാണ് ഏകദേശം അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത്. 5600Gയും 5700G ആയിട്ട് ഇപ്പോൾ ഐ തിങ്ക് ഒരു 4,000 റുപ്പീസിന്റെ ഡിഫറൻസേ ഉള്ളൂ. സോ ബഡ്ജറ്റ് കുറച്ച് എക്സ്ട്രാ ഇടാൻ പറ്റുവാണെങ്കിൽ 5700G നോക്കുന്നതായിരിക്കും നല്ലത്. കൂടെ ഫ്യൂച്ചറിൽ ഒരു ബേസിക് ഗ്രാഫിക്സ് കാർഡ്, ഒരു 4GB അല്ലെങ്കിൽ 6GBയുടെ ഗ്രാഫിക്സ് കാർഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡിറ്റിംഗ് PCക്ക് അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. സോ APU ബിൽഡ്സിൽ ആകെ റെക്കമെൻഡ് ചെയ്യാനുള്ള 2 പ്രോസസ്സേഴ്സ് മാത്രമേ ഉള്ളൂ, 5600G ആൻഡ് 5700G. 3200G ആകട്ടെ 3400G ആകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ റെക്കമെൻഡഡ് അല്ല. 5000 സീരീസിലെ ഈ 2 APUs മാത്രമാണ് നിങ്ങൾ ഇൻ കേസ് APU ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ Intel i3യും ഒരു ഏതെങ്കിലും ബേസിക് ഗ്രാഫിക്സ് കാർഡുമായിട്ടുള്ള ബിൽഡ് ആയിരിക്കും ബെറ്റർ. നെക്സ്റ്റ് നിങ്ങൾ ഗെയിമിംഗ്, എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് റിലേറ്റഡ് വർക്ക്സ് ഓവറോൾ ഒരു ബെസ്റ്റ് പ്രോസസ്സർ നോക്കുന്നുണ്ടെങ്കിൽ അത് 5600X ആണ്. അറൌണ്ട് 24,000 റേഞ്ച് ആണ് പ്രൈസിംഗ് വരുന്നത്. 3.7 GHz മുതൽ 4.7 GHz വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. 65 വാട്ട്സ് ആണ് ഇതിന്റെ TDP വാല്യൂ വരുന്നത്. 35 MBയുടെ ക്യാഷ് മെമ്മറി ഉണ്ട്. സോ ഇതെല്ലാം കൂടി വെച്ച് നോക്കുവാണെങ്കിൽ മിഡ് റേഞ്ചിൽ റൈസന്റെ ബെസ്റ്റ് പ്രോസസ്സറാണ് 5600X പ്രോസസ്സർ. ആൻഡ് ഇതിന്റെ കൂടെ ഒരു B550 മദർ ബോർഡ് നിങ്ങൾ പെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി എന്ന് പറയുമ്പോൾ 5000 സീരീസിലെ ഹയർ പ്രോസസ്സേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് B550യിൽ പ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പവും വരത്തില്ല. ആൻഡ് ഓൾസോ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന 3D V-Cache ഡിസൈൻ ഉള്ള പ്രോസസ്സേഴ്സും B550 സപ്പോർട്ട് ചെയ്യും. സോ ആ ഒരു സീരീസിലോട്ടും നിങ്ങൾ അപ്ഗ്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും
5600Xും B550 ഒരു മിഡ് റേഞ്ചിലെ B550 ഒക്കെ അത്യാവശ്യം മതിയായിരിക്കും. കാരണം ഈവൻ ഹയർ പ്രോസസ്സേഴ്സ് 5800X ആയാലും 5900X ആയാലും പവർ എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക് ബഡ്ജറ്റിലുള്ള B550 ഓർ X570 മദർ ബോർഡ് മതിയായിരിക്കും. സിമിലർലി റൈസണിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടി കോർ കൗണ്ട് ഉള്ള ഹയർ കോർ കൗണ്ട് ഉള്ള എഡിറ്റിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ സൈഡ് ഒരു PC നോക്കുന്നുണ്ടെങ്കിൽ 5800X അല്ലെങ്കിൽ 5900X ഈ രണ്ട് പ്രോസസ്സേഴ്സും നല്ലതാണ്. സ്റ്റാർട്ടിംഗ് 5800X ആണെങ്കിൽ 35,000 റേഞ്ച് ആണ്. 5900X നോക്കുവാണെങ്കിൽ അറൌണ്ട് 45-44,000 റേഞ്ച് വരും. സോ 5800X 8 കോഴ്സും 16 ത്രെഡ്സും ആണ് വരുന്നത്. 5900Xൽ 12 കോഴ്സും 24 ത്രെഡ്സ് ആണ്. സോ ഹയർ പ്രൊഡക്ടിവിറ്റി, കണ്ടന്റ് ക്രിയേഷൻ, കോർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടി ഒരു വർക്ക് സ്റ്റേഷൻ ബിൽഡ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റൈസന്റെ 5800Xും 5900Xും നല്ലതാണ്. ഇൻ കേസ് ഹെവി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ റൈസനിലെ ടോപ്പ് എൻഡ് മോഡൽ 5950Xും നോക്കാം. 5950Xന്റെ പ്രൈസിങ് ഏകദേശം 60,000 റേഞ്ച് ആണ് വരുന്നത്. സോ കമ്പയർ ടു ഇപ്പോഴത്തെ റീസെന്റ് ഇറങ്ങിയ 12900K ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം അതിന്റെ ഒരു സിമിലർ പ്രൈസ് ആണ്. ഓക്കെ, ഇവിടെ 12th ജെന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പെർഫോമൻസ്, അതായത് റൈസൺ 5000ഉം ഇന്റലിന്റെ 12th ജനറേഷന്റെ പെർഫോമൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇന്റൽ 12th ജനറേഷൻ തന്നെയാണ് പെർഫോമൻസിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം, പവർ എഫിഷ്യൻസിയുടെ കാര്യം. സോ 12th ജനറേഷൻ സീരീസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം റീസെന്റ് ലോഞ്ച് ആയ പ്രോസസ്സേഴ്സിലൊന്നും സ്റ്റോക്ക് കൂളേഴ്സ് കിട്ടത്തില്ല. നമ്മൾ സെപ്പറേറ്റ് കൂളർ വാങ്ങിക്കണം. അതും ലേറ്റസ്റ്റ് വന്ന മദർ ബോർഡ് ആൻഡ് സോക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കൂളേഴ്സ് നോക്കണം. രണ്ടാമത്തത് പ്രൈസിങ്. പ്രോസസ്സേഴ്സിന്റെ പ്രൈസ് ഇപ്പോൾ കൂടുതലാണ്. മദർ ബോർഡ്സിന്റെ ഇപ്പോൾ വന്ന മദർ ബോർഡ്സിന്റെ പ്രൈസ് നല്ലപോലെ കൂടുതലാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 18,000 റേഞ്ച് ആണ്. സോ നിങ്ങളിപ്പോൾ 12th ജനറേഷൻ ഒരു ബിൽഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂടുതലായിരിക്കും. ഇതിന്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 12th ജനറേഷൻ വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് ബഡ്ജറ്റ് ഫാക്ടേഴ്സ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടതെല്ലാം അതെന്തായാലും മേളിൽ പിൻ ചെയ്തേക്കാം. അതാദ്യം കണ്ടു നോക്കൂ. 12th ജനറേഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പേ അത് കണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ 12th ജനറേഷന്റെ ആദ്യം ഇറങ്ങിയ സീരീസ് പ്രോസസ്സേഴ്സ് ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ കുറച്ച് പ്രൈസ് ഒക്കെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12th ജനറേഷന്റെ ബഡ്ജറ്റ് പ്രോസസ്സേഴ്സ് വരും. ഓൾസോ ബഡ്ജറ്റ് സീരീസിൽ വരുന്ന മദർ ബോർഡ്സും വരും. സോ 12400 ആയിട്ട് 12400F, 12500 അല്ലെങ്കിൽ ഈവൻ i3 മോഡൽസിൽ 12100F പ്രോസസ്സേഴ്സ് ഒക്കെ. സോ ഇതൊക്കെ ഇപ്പോൾ ഇറങ്ങിയ പ്രോസസ്സേഴ്സും ഇപ്പോൾ ഇറങ്ങിയ മദർ ബോർഡ്സുമായിട്ട് പ്രൈസ് കുറവായിരിക്കും. സോ ഫ്യൂച്ചർ ബിൽഡ്സിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ് 12400F ആൻഡ് 12100 അല്ലെങ്കിൽ 12500ഉം. പക്ഷേ ഇപ്പോൾ ഓടിച്ചാടി Z690 മദർ ബോർഡും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സും എടുക്കല്. വെയിറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബഡ്ജറ്റ് സീരീസിൽ വരുന്ന നല്ല 12th ജനറേഷൻ പവർഫുൾ പ്രോസസ്സേഴ്സ് വരാനിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് ഫൈനലായിട്ട് ഇന്റൽ ബേസ്ഡ് നിങ്ങൾ കുറച്ച് ഹൈ എൻഡ് PC നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് പ്രോസസ്സേഴ്സ് റെക്കമെൻഡ് ചെയ്യാം. ഒരെണ്ണം 10th ജനറേഷൻ ആണ്. അതായത് കോർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള നിങ്ങൾ വർക്ക് നോക്കുന്നുണ്ട്, ബഡ്ജറ്റ് മീഡിയം ബഡ്ജറ്റിലുള്ള നല്ലൊരു പ്രോസസ്സർ, അതായത് കോഴ്സ് കൂടുതലുള്ള പ്രോസസ്സർ നോക്കുന്നുണ്ടെങ്കിൽ ഇന്റൽ i9 10850K നല്ല പ്രോസസ്സറാണ്. 10 കോഴ്സും 20 ത്രെഡ്സും ആണ് വരുന്നത്. അതും പ്രൈസിങ് അപ്രോക്സിമേറ്റ്ലി ഒരു 35,000 റേഞ്ചിൽ. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇന്റൽ പ്രോസസ്സേഴ്സിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്രോസസ്സറാണ് 35,000 റേഞ്ചിൽ വരുന്ന ഇന്റൽ i9 10850K പ്രോസസ്സർ. കാരണം അറൌണ്ട് 35,000 രൂപയ്ക്ക് നമുക്ക് 10 കോഴ്സും 20 ത്രെഡ്സും ആണ് കിട്ടുന്നത്. റൈസനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5800Xന്റെ പ്രൈസ് ഏകദേശം ഇതേ പ്രൈസ് റേഞ്ച് ആണ്. പക്ഷേ 8 കോഴ്സും 16 ത്രെഡ്സ് മാത്രമാണ് അതിലുള്ളത്. ഇവിടെ നമുക്ക് 2 കോഴ്സും 4 ത്രെഡ്സും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ ഒരു എഡിറ്റിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള റിഗ് നിങ്ങൾ നോക്കുന്നുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ ആകട്ടെ അല്ലെങ്കിൽ ഈവൻ സ്ട്രീമിംഗ് ഗെയിമിങ്ങിനായാലും 10th ജനറേഷൻ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതാക്കുകയൊന്നും വേണ്ട. നല്ല അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് പ്രോസസ്സർ തന്നെയാണിത്. 3.6 GHz മുതൽ നമുക്ക് 5.2 GHz വരെ ടർബോ കിട്ടുന്ന ഒരു പ്രോസസ്സറും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനും നല്ലതാണ്. സ്ട്രീമിംഗ് ഓർ മൾട്ടി ടാസ്കിംഗ് ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്രോസസ്സറാണിത്. ഈവൻ 500 സീരീസിലെ കുറച്ച് ഹയർ മദർ ബോർഡ് ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. K സീരീസ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോസസ്സറും ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓവർക്ലോക്കിംഗ് നോക്കുന്നില്ലെങ്കിലും ഒരു B560 മദർ ബോർഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 11th ജനറേഷനിലോട്ട് അപ്ഗ്രേഡും ചെയ്യാം. ആൻഡ് സ്ലൈറ്റ്ലി കുറഞ്ഞ ബഡ്ജറ്റിൽ ഏകദേശം സിമിലർ പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ് നോക്കുന്നതെങ്കിൽ അറൌണ്ട് 28,000 റേഞ്ചിൽ ഇന്റൽ i7 11700K അല്ലെങ്കിൽ KF മോഡൽസ് നല്ലതാണ്. ഇതും ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് ടാസ്കിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഗെയിമിംഗ് ആവട്ടെ, സ്ട്രീമിംഗ് ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, കണ്ടന്റ് ക്രിയേഷൻ, ഗ്രാഫിക്കൽ വർക്ക്സ്, പ്രോഗ്രാമിംഗ്, കോഡിംഗ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇന്റൽ പ്രോസസ്സേഴ്സ്. പ്രൊഫഷണൽ എഡിറ്റിംഗ് ആകും അല്ലെങ്കിൽ ഫുൾ ടൈം റെൻഡറിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള റൈസന്റെ ഹയർ ലെവൽ പ്രോസസ്സേഴ്സ് എടുക്കുന്നതായിരിക്കും മോസ്റ്റ്ലി റെക്കമെൻഡഡ്. ഇന്റലിലെ ഹയർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ചെറുതായിട്ട് തെർമൽസ് കൂടുതലായിരിക്കും കമ്പയർ ടു റൈസന്റെ പ്രോസസ്സേഴ്സ്. റൈസനിൽ ഓൾമോസ്റ്റ് 50% റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഇന്റലിന്റെ ഏകദേശം പെർഫോമൻസ് തരുന്നത്. സോ അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടി ഇപ്പോഴും റൈസൺ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രൈസ് വൈസ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ
കൂടുതലും ഇൻറ്റൽ പ്രോസസ്സേഴ്സ് ആണ് ഉള്ളത്. ഇൻറ്റൽ പ്രോസസ്സേഴ്സിൻ്റെയാണ് പ്രൈസ് കുറവുള്ളത്. സോ അതുകൊണ്ട് ലോ ആൻഡ് മിഡ് റേഞ്ച് ആൻഡ് അബവ് മിഡ് റേഞ്ച് ഒക്കെ ഇൻറ്റൽ പ്രോസസ്സേഴ്സ് ആണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. എനിവേസ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റെക്കമെൻഡഡ് പ്രോസസ്സേഴ്സ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ 12th ജനറേഷൻ ഞാൻ വിട്ട് കളഞ്ഞല്ല. 12th ജനറേഷൻ എന്തായാലും പ്രൈസിംഗ് വൈസ് ഇപ്പം കൂടുതലാണ്. സോ അതുകൊണ്ട് അത്ര വേർത്തല്ല. 12th ജനറേഷനിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 12th ജനറേഷനിലെ ബഡ്ജറ്റ് സീരീസ് പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്. പ്രൈസിംഗ് വൈസ് ആൻഡ് പവർ എഫിഷ്യൻസി വൈസ് ബെസ്റ്റ് പ്രോസസ്സേഴ്സ് ആയിരിക്കും ഇനിയും വരാനിരിക്കുന്ന 12th ജനറേഷനിലെ ബഡ്ജറ്റ് സീരീസ് പ്രോസസ്സേഴ്സ്. ഇതിൽ ഇപ്പോഴേ ഞാൻ പറയാം, റെക്കമെൻഡ് ചെയ്യുന്ന 2 മെയിൻ പ്രോസസ്സേഴ്സ് ആണ് 12100Fഉം 12400Fഉം. കാരണം ഓൾറെഡി ഇതിന്റെ ബെഞ്ച് മാർക്സും കാര്യങ്ങളൊക്കെ കുറച്ച് ലീക്ക് ആയിട്ടുണ്ട്. 12400F നോക്കുവാണെങ്കിൽ ഏകദേശം സിമിലർ ടു 5600X ആണ് ബെഞ്ച് മാർക്സ് കാണുന്നത്. ആൻഡ് ബഡ്ജറ്റ് സീരീസിലെ 12100F പ്രോസസ്സർ നോക്കുവാണെങ്കിൽ റൈസന്റെ 3100 ആൻഡ് 3300Xന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ചില ഗെയിംസിലൊക്കെ അതിലും ബെറ്റർ പെർഫോമൻസ് ആണ്. റൈസൻ 3100 നമുക്കറിയാം, 3300Xും അറിയാം, ഇപ്പോൾ അവൈലബിൾ അല്ല. സോ എന്തായാലും ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ പെർഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സർ വരുന്നുണ്ട്, 12100F പ്രോസസ്സർ. മോസ്റ്റ്ലി ബഡ്ജറ്റ് സീരീസിലായിരിക്കും വരുന്നത്. അണ്ടർ 10,000 ആണ് പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 12100Fന്റെ. ആൻഡ് 12400Fന്റെ ഏകദേശം 16,000 to 18,000 താഴെ ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും. സോ എന്തായാലും വിതിൻ ഫ്യൂ വീക്സ് ഈ ബഡ്ജറ്റ് പ്രോസസ്സേഴ്സും ബഡ്ജറ്റ് മദർ ബോർഡ്സും വരും. സോ അത് കഴിഞ്ഞിട്ട് 12th ജൻ കൺസിഡർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണുള്ളത്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.